Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് സിഗ്നൽസ് പ്രോബ്ലം 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി പ്രോബ്ലംസ് 1 to 3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് സിഗ്നൽ. ഒരു വേവ് ഫോം തന്നിട്ടുണ്ട്. ഇത് ഹാഫ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം ആണ്. അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. Periodic signals in the Laplace transform find out in an equation under that is Laplace transform of x of t equals 1 divided by 1 minus e raised to minus st into x1 of s. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക. ഇപ്പോൾ ഏതൊരു പീരിയോഡിക് സിഗ്നലിന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണിത്. അതിൽ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ വേവ് ഫോമിന്റെ പീരീഡ് ആണ്. അതുപോലെ x1 ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിക് സിഗ്നലിന്റെ ഒരു സൈക്കിളിന്റെ വേവ് ഫോമിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് x1 ഓഫ് എസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തുള്ള പ്രോബ്ലം വരുമ്പോഴത്തേക്ക് അതിന്റെ ടൈം പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിന്റെ കേസിൽ ടൈം പീരീഡ് വരുന്നത് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് 2t റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിന്റെ കേസിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ 2t ആണ് ടൈം പീരീഡ്. സോ ഹിയർ ടൈം പീരീഡ് ഈസ് 2t. അപ്പോൾ ആ ഒരു വേവ് ഫോം എടുത്ത് വരയ്ക്കണം. ദാറ്റ് ഈസ് x1 ഓഫ് ടി ഡ്രോ ചെയ്യണം. x1 ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിള്. ഇതിൻ്റെ കേസിൽ ടി 2t ഇതാണ് ഒരു സൈക്കിള് വരുന്നത്. അതിന് നമ്മൾ x1 ഓഫ് ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്ത് ദിസ് ഈസ് ടി, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. അപ്പോൾ അതിൻ്റെ x1 ഓഫ് ടിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഈ x1 ഓഫ് എസ് എന്ന് പറയുന്നത്. സോ x1 ഓഫ് ടി ഈക്വൽസ് ഇതിന്റെ കേസിൽ എ സൈൻ ഒമേഗ നോട്ട് ടി എന്ന് വരും. ഇവിടെ ഒമേഗ നോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒമേഗ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2π/t ആണ്. ഇവിടുത്തെ ടി എന്ന് വെച്ചാൽ 2t ആണ്. അപ്പോൾ ആ ടിക്ക് കൂടെ 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2π/2t എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു π/t എന്ന് വരും. ഇതിന്റെ കേസിൽ ഒമേഗ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ π/t വരും. അപ്പോൾ ഈ ഒമേഗ നോട്ടിന് ഈ π/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ x1 ഓഫ് ടി ഈക്വൽസ് എ സൈൻ π/t ഇൻറ്റു സ്മോൾ ടി. ഇതാണ് നമ്മളുടെ x1 ഓഫ് ടിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. ബിറ്റ്വീൻ ദ ഇൻ്റർവെൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ഉള്ള എക്സ്പ്രഷനാണ് എ സൈൻ π/t ഇൻറ്റു സ്മോൾ ടി. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ ചെയ്തത്, ഈ ഗിവൺ സിഗ്നലിന്റെ ഒരു സൈക്കിൾ എടുത്തു. എന്നിട്ട് അതിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം സൈൻ വേവ് ആയതുകൊണ്ട് എ സൈൻ ഒമേഗ നോട്ട് ടി ആണ്. ഒമേഗ നോട്ട് ടിയുടെ വാല്യൂ 2π/t ആണ്. ഹിയർ ടി ഈക്വൽ ടു 2t ആണ്. സോ π/t വരും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x1 ഓഫ് ടിന്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യണം, x1 ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ x1 ഓഫ് ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് x1 ഓഫ് എസ് ഈക്വൽസ് integral minus Laplace transform equation integral minus infinity to infinity x1 of t e raised to minus st dt Laplace transform ന്റെ expression that is equal integral. ഇതിന്റെ കേസിൽ വാല്യൂ ഉള്ള 0 to t വരെയുള്ളൂ. അപ്പം അതിന്റെ ഇന്റർവെൽ 0 to t വരും. that is 0 to t x1 of t ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. that is equal to a സൈൻ π/t ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എ സൈൻ π/t ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് എസ് ടി ഡി ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഔട്ട് സൈഡ് കൊണ്ടുവന്നു. ഇൻ്റഗ്രൽ 0 to t ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇ റേസ്റ്റ് മൈനസ് എസ് ടി ഇൻറ്റു സൈൻ π/t ഡി ടി. നമുക്ക് ഒരു ട്രിഗണോമെട്രിക്കൽ റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ഇവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ്. ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഇങ്ങനൊരു എക്സ്പ്രഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ഇ റേസ് ടു എക്സ് സൈൻ ബി എക്സ് ഡി എക്സ്. ഇവിടെ ഇ റേസ് ടു എക്സ് സൈൻ ബി എക്സ് ഫോമാണ്. ഇതിൻ്റെ കേസിൽ എ ഈക്വൽ ടു മൈനസ് എസും ബി ഈക്വൽ ടു π/t എന്നേ ഉള്ളൂ.
നമുക്ക് ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു എ എക്സ്. എ എന്ന് വെച്ചാൽ മൈനസ് എസ് ആണ്. സോ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ ടി സ്ക്വയർ ഇൻറ്റു എ ഹിയർ മൈനസ് എസ് ഇൻറ്റു സൈൻ ബി എക്സ് ഇൻറ്റു സൈൻ പൈ ബൈ ടി ടി മൈനസ് ബി ഈസ് പൈ ബൈ ടി ഇൻറ്റു cos bx, b is pi by t, cos pi by t എന്ന് വരും. ഓക്കെ, ലിമിറ്റ് 0 to t വരും. ഇനിയിപ്പം നെക്സ്റ്റ് ഇതിനകത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു എ പൈ ബൈ ടി ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ ടി സ്ക്വയർ എന്ന് വരും. ഇതിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമേ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ടി ഉള്ളിടത്തെല്ലാം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ സൈൻ പൈ വരും, അപ്പോൾ ആ വാല്യൂ 0 വരും. അതുപോലെ കോസ് പൈ വരും, കോസ് പൈ വരുമ്പോഴത്തേക്ക് -1 വരും. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഇപ്പം ടി കൊടുക്കുമ്പോഴത്തേക്ക് സൈൻ പൈ എന്ന് പറയും. അപ്പോൾ സൈൻ പൈ നമുക്കറിയാം 0 ആണെന്നറിയാം. അതുപോലെ ചില അടുത്ത കേസിൽ കോസ് വരുമ്പോഴത്തേക്ക് കോസ് പൈ വരും. കോസ് പൈ എന്ന് വെച്ചാൽ -1 ആണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ അതിൻ്റെ റിസൾട്ട് കിട്ടും. ദിസ് ഈസ് അവർ x1 ഓഫ് എസ് ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എക്സ് ഓഫ് എസ് ആണ്. ഇപ്പോൾ x1 ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ ഈ ടേമിന് x1 ഓഫ് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് പീരിയോഡിക് സിഗ്നൽ. ലാസ്റ്റ് സ്റ്റെപ്പാണ്, ദാറ്റ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് x of t. The periodic signal is equal to 1 divided by 1 minus e raised to minus st into നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത x1 ഓഫ് എസ്. ഓക്കെ, ഇതിൻ്റെ കേസിൽ പീരീഡ് നോക്കണം. ഇവിടെ തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് പീരീഡ് 2t ആണ്. നമ്മൾ ജനറലായിട്ട് എക്സ്പ്രഷനകത്ത് t ആണ്. ഹിയർ പീരീഡ് എന്താണ്? ഹിയർ പീരീഡ് 2t ആണ്. അപ്പോൾ ഇവിടെ 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടിക്ക് 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 2ts ഇൻറ്റു x1 ഓഫ് എസ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് x ഓഫ് ടി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ X ഓഫ് എസ് ഈക്വൽസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2ts ഇൻറ്റു നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്ത x1 ഓഫ് എസിൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് ഇൻറ്റു എ പൈ ഡിവൈഡ് ബൈ ടി ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ ടി സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് സിഗ്നൽ. പല മെത്തേഡ്സിൽ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് 4 പ്രോബ്ലത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തത്. ഇങ്ങനത്തുള്ള പ്രോബ്ലം സ്ഥിരം എക്സാംസിന് ചോദിക്കുന്നതാണ്. 4 കാറ്റഗറിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.